വെൽക്കം ടു അംലൂസ് കിച്ചൺ. മലബാർ സ്പെഷ്യലായ ഉന്നക്കായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം പഴുക്കാത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം പഴുത്ത ഏത്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ശരിയായി വരില്ല. ഇതിനി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിത് ഇഡ്ഡലിത്തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു സ്റ്റീമറിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏത്തപ്പഴം എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിൻ്റെ പുറമേയുള്ള ഈ സ്കിന്നും നാര് പോലെയുള്ള ഇതും മാറ്റിയെടുക്കണം. നാരെല്ലാം ഇതിൽ നിന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇനി ഇതിന്റെ ഉള്ളിലുള്ള ഈ കറുത്ത കളറിലുള്ള സീഡും കൂടെ എടുത്ത് കളയണം. ഇത് എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇത് കത്തി കൊണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ സീഡെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാൻ ഈ ഗാർലിക്കൊക്കെ ഇടിച്ചെടുക്കുന്ന ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമ്മൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഇതുപോലുള്ളത് എടുത്താലും മതി. നല്ലപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക. ഇതിന് പകരം നല്ല കട്ടിയുള്ള തവി ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. ഇതെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ വേണം ഉടച്ചെടുക്കാൻ. ഇനി കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ട്രഡീഷണലായിട്ട് ഉന്നക്കായിൽ മുട്ടയാണ് ചിക്കിയിട്ട് ചേർക്കുന്നത്. ഞാൻ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി 2-3 മിനിറ്റ് ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഉന്നക്കായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടുണ്ട്, കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ. ഇനി ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി കൈ കൊണ്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കാം. ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കാം. ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകത്തിനായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കിട്ടിയത്. ഇനി ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഉന്നക്കായ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഉന്നക്കായ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.